ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ മൈഡിയമ്മേൻ്റെ എപ്പിസോഡ് 2 കാണാം. അതിനു മുന്നേ നമ്മുടെ ഡോയിയുടെ പേരൻസിന് എന്ത് പറ്റിയെന്നറിയാം. ഡോയിയുടെ പേരൻസ് ആണെങ്കിൽ അവളുടെ 11 വയസ്സിൽ മരിച്ചുപോയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ അവളെ നോക്കി വളർത്തിയതൊക്കെ നമ്മുടെ ഈ ഒരു ചെറുമാണ്. അപ്പം നമുക്കിനി എപ്പിസോഡ് 2ലേക്ക് പോകാം. നമ്മുടെ എപ്പിസോഡ് 2 തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഡോയി ആണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് അവിടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. ആ കോൾ ചെയ്തത് വേറെ ആരും ആയിരുന്നില്ല, അവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അയാൾ പറയുകയാണ്, മേഡത്തിനോട് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അപ്പം നമുക്കാണ് റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറഞ്ഞാണ് ഒരു അത്യാവശ്യ കാര്യമാണ് ഇഷ്ടമല്ലാത്തത്. വെറുതെ തന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഡോഹി ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ എന്താ വന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ചെയർമാൻ്റെ മെസ്സേജ് ആയിരുന്നു. ഞാൻ നേരെ സ്വർഗത്തിലോട്ട് പോവുകയാണെന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആയിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ അവിടെ നേരെ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ട് മേഡത്തിൻ്റെ കൈ പിടിച്ചിങ്ങനെ കാര്യമാണ്, മേഡം എനിക്കിനി ആരുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മൾ വേറെയാണെങ്കിൽ എഴുതിയിട്ട് പറയണം, നീ ഇത്ര ഉണ്ടെന്ന് തിരിച്ചു വന്നതെന്ന് പറഞ്ഞാൽ അവരാണെങ്കിൽ നല്ല കൂളായിട്ട് ചോക്ലേറ്റൊക്കെ തിന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഡോഹി പറയുകയാണ്, ഇതൊക്കെ നിങ്ങൾക്കൊരു കോമഡി ആണോ മാഡം? ഇതൊക്കെ എനിക്ക് പക്ഷേ കോമഡി ആയിട്ട് തോന്നുന്നില്ല, എൻ്റെ നെഞ്ചിരുന്ന ഒരു സമയത്ത് പെടഞ്ഞു എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മേഡം പറയണേ, നീ പെടഞ്ഞൊന്നും പോകേണ്ട കാര്യമില്ല, അതിന് മുന്നേ ഞാൻ ചത്തൊന്നും പോകത്തില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചത്തു പോകത്തുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ആൾ പറയുകയാണ്, അതൊക്കെ വിട്, ഇന്ന് എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറയാമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ചെയറും പറയുകയാണ്, നീ ഇന്ന് മറന്നുപോയ മോളുടെ ബർത്ത്ഡേ ആണെന്ന്, അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇതിന് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഡോഹി പറയുകയാണ്, ഇങ്ങനെയൊക്കെയാണോ സർപ്രൈസ് ചെയ്യുന്നത്, ഞാൻ സ്വർഗത്തിലോട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണോ സർപ്രൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് അവളുടെ മുന്നിലോട്ട് അവളുടെ ബർത്ത്ഡേ കേക്ക് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചെയറും ചോദിക്കുകയാണ്, മോളെ നിനക്ക് ഇഷ്ടപ്പെട്ടു ഒരു കേക്ക്, ഞാൻ നിനക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചതാണെന്ന് പറയുമ്പോഴത്തേക്ക് ആൾ പറയണം, പിന്നെ വളരെ ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി സർപ്രൈസ് എന്ന് പറയുകയാണ്. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഞാനതിന് എവിടെയും പോയില്ലല്ലോ, ഞാൻ മരിച്ചു എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ നിനക്കെന്താ എൻ്റെ മെമ്മറീസൊക്കെ ഓർമ്മ വന്നതെന്ന് പറയുമ്പോഴത്തേനും ആൾ പറയണം, പിന്നെയും നിങ്ങളുടെ മെമ്മറീസ് ഓർക്കാൻ തന്നെ വളരെ നല്ലതാണല്ലോ, വളരെ നല്ല മെമ്മറീസ് ആണല്ലോ നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. പിള്ളേരെയൊക്കെ കുറച്ച് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ചെയറും ഒരു വലിയ കാറ് കൊണ്ട് സ്കൂളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് കണ്ടിട്ട് അവനാണെങ്കിൽ നാണം കെട്ട് കൊടുത്താണ് ഇവരും കഴിഞ്ഞിട്ട് അവ കാറ്റുന്നോട്ടൊരു ലവർ ഉണ്ടായ സമയത്ത് നല്ല അടിപൊളി മെമ്മറീസാണ് എൻ്റെ കുഞ്ഞു കാലത്ത് മുതൽ ഇപ്പോൾ വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയണം. അപ്പോഴത്തേക്കും നമ്മുടെ മേഡം പറയുകയാണ്, അതൊക്കെ വിட നിൻ്റെ ഇന്നത്തെ ഡേറ്റിംഗ് എന്തായിരുന്നു ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും ആൾ പറയുകയാണ്, കാണാൻ ലുക്കേ ഉള്ളൂ, അവന് തലയ്ക്ക് തീരെ ബുദ്ധിയില്ലെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചെറുമണ ഫോട്ടോ എടുത്ത് നോക്കണം, ബുദ്ധിയോ, അവനെ കാണാൻ ഫോട്ടോ പോലും കാണാൻ. അയ്യോ ഇതാരാ, ഞാൻ ഇവനെയല്ല കണ്ടത്, ഞാൻ വേറൊരാളെയാണ് കണ്ടതെന്ന് അവൾ പറയാണ്. ആ സമയത്ത് നമ്മുടെ സെക്രട്ടറി ഒന്ന് പറയുകയാണ്, മേഡത്തിനാണെങ്കിൽ അഡ്രസ്സ് ഒന്ന് മാറിപ്പോയി, മേഡത്തിന് പോകേണ്ട അഡ്രസ്സ് ആയിരുന്നില്ല അതെന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പോൾ അവൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവനോട് വിളിച്ച് ക്ഷമ ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, എനിക്കിപ്പോൾ ക്ഷമയൊന്നും കേൾക്കണ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് പോവാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ചെയറും പറയുകയാണ്, എൻ്റെ മോളെ അവൻ എന്തൊരു ജാടയാടി എന്നങ്ങ് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചെയറും പറയണം, എന്നാൽ പിന്നെ അതൊക്കെ വീട്, ഞാൻ നിനക്ക് വേറൊരു ഡേറ്റിങ് സെറ്റാക്കാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഡോയി പറയുകയാണ്, നിങ്ങൾ ഒന്നും പറയാണ്ട, ഇതൊക്കെ എന്തിനാണ് ഈ ഡേറ്റിംഗ് അങ്ങ് സെറ്റാക്കുന്നത്, നിങ്ങൾക്ക് അത്ര മുട്ടയ്ക്കാണ് നിങ്ങൾ പോയി അങ്ങോട്ട് കല്യാണം കഴിക്കുമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഡോയി പറയുകയാണ്, എനിക്ക് അത്ര വയസ്സൊന്നും ആയിട്ടില്ല കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ പുറത്തിട്ട് വെള്ളം കൊടുത്തിട്ട് പറയുകയാണ്, നിനക്കിപ്പോൾ 30 വയസ്സാകാൻ പോവുക, ഇതാണോട് നിനക്ക് 8 വയസ്സായില്ലെന്ന് പറയുകയാണ്. ആ അടി കണ്ടപ്പോൾ തന്നെ നമ്മുടെ സെക്രട്ടറി ആണെങ്കിൽ അവിടുന്ന് മുങ്ങുന്നുണ്ട്. എൻ്റെ കല്യാണം കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നമ്മുടെ ചെറും പറയുകയാണ് നമ്മുടെ ഡോയിയോട്. അപ്പോഴത്തേക്കും നമ്മുടെ ചെറും പറയുകയാണ്, നിൻ്റെ കല്യാണം കാണാനുള്ള കൊതുകൊണ്ടല്ലേ മോളെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഡോയി പറയാണ്, എന്നെ ഇഷ്ടമുള്ളവരൊന്നും എനിക്കിഷ്ടമല്ല, എനിക്കിഷ്ടമുള്ളവർക്കൊന്നും എന്നെ ഇഷ്ടമല്ല, ഞാൻ എന്ത് ചെയ്യാനെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചെറും സ്നേഹത്തോടെ അവിടുത്തെ പറയുന്നുണ്ട്, എൻ്റെ മോളെ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നിന്നെ സപ്പോർട്ട് നിൽക്കാനൊന്നും ആരും ഉണ്ടാവില്ല, എന്തിനു പറയുന്നത്, എൻ്റെ ഫാമിലി പോലും നിനക്ക് സപ്പോർട്ടിന് വേണ്ടി നിൽക്കത്തില്ല, കാരണം അവർക്ക് പോലും നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് സപ്പോർട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ മോളെ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഡോയി പറയണം, അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ എന്താ ചെയ്യാനാ, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഡോഹിക്ക് വേണ്ടിയുള്ള കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചെയറും സെറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഡോഹിയുടെ മുഖത്തൊരു വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ മരിച്ച ദിവസമാണിന്ന്, അതുകൊണ്ടാണ് അവരുടെ മുഖത്തൊരു സങ്കടം. അതുകൊണ്ട് നമ്മുടെ ചെറും പറയുന്നുണ്ട്, അതൊന്നും നേരത്തെ ആലോചിക്കണ്ട, അതൊക്കെ മരിച്ച കാര്യങ്ങളല്ല, അതൊക്കെ പോയ കാര്യങ്ങളൊക്കെ പോട്ടെ, നീ ഇപ്പോൾ സന്തോഷമായിട്ട് കേക്ക് കട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഒരാൾ നമ്മളെ ഡോഹിയെ വിളിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അയാളിങ്ങനെ വിചാരിക്കുന്നതാണ് നമ്മുടെ ഡോഹി എന്താ വരാത്തതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അയാൾ ആശ്രമത്തിൽ പോകാൻ നേരത്താണ് ഒരാൾ അയാളിങ്ങനെ അടിച്ചിട്ട്
അയാളിങ്ങനെ ടോയ്ലറ്റിലോട്ട് കൊണ്ടുപോകുന്നത് കാണുന്നത്. അതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ ജയങ്ങനെയാണ്. ജയങ്ങൻ്റെ അസിസ്റ്റൻറ്റ് ചോദിക്കുകയാണ്, സാറിനിപ്പോൾ ഒരു ബ്ലാക്ക് കോഫി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ജയങ്ങ് പറയണ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഇന്നൊരുത്തന്നെ പണി കഴിയാണ്, ഞാൻ അവനെ കൊണ്ടുപോയിട്ട് നരകത്തിലോട്ട് വിട്ടിട്ട് ഞാൻ വരാമെന്ന് പറയുമ്പോൾ തന്നെ അവിടേക്ക് അവളുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ഇവളുടെ പേര് മിൻസോ എന്നാണ്. മിൻസോ എന്ന് ചോദിക്കുന്നത്, എടാ എന്നെക്കാളും സുന്ദരിയായിരുന്നു അവള്. ഇവളുടെ പേരാണെങ്കിൽ മിൻസോ എന്നാണ്. മിൻസോ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ അവൾ എന്നെക്കാട്ടിലും സുന്ദരിയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ജയങ്ങ് പറയുന്നുണ്ട്, അന്നേ ഞാൻ നിന്നെ കൊന്നുകളയണ്ടായിരുന്നു, കൊന്നുകളയാഞ്ഞത് എൻ്റെ തെറ്റായിപ്പോയി നമ്മുടെ ജയങ്ങ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മിൻസോ പറയുന്നുണ്ട്, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രമേ കാണുള്ളൂ ജയങ്ങ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പോഴത്തേക്കും നമ്മുടെ അസിസ്റ്റൻറ്റ് പറഞ്ഞു, അപ്പോഴത്തേക്കും ഞാൻ എവിടെ പോവാടി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മിൻസോ അതുകൊണ്ട് നീ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് നീ എപ്പോൾ വേണേലും മരിച്ചു പോകാം. അപ്പോഴേക്കും നമ്മുടെ സെക്രട്ടറി പറയുന്നുണ്ട്, നീ എപ്പോൾ വേണേലും മരിച്ചു പോകാം, നീ മനുഷ്യൻ തന്നെയല്ലേ, അല്ല നീ പുറത്തുനിന്ന് വന്ന ഭൂതമൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവൻ ദേഷ്യത്തോട് പറയുന്നത്, അല്ലെങ്കിൽ ഈ മനുഷ്യരൊക്കെ ഇങ്ങനെയാണ് മിണ്ടറിയത് ചെല്ലാന്നങ്ങ് ചിലക്കുമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ അസിസ്റ്റൻ്റ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നീ കുറേ നാളുകൂടെ തുടങ്ങിയതാണ് മനുഷ്യരെന്ന് പറഞ്ഞ് കളിയാക്കാൻ വേണ്ടി, ഞങ്ങളാണെങ്കിൽ ഒരു കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മരിച്ചു വരും, നിനക്ക് മരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ടുള്ള വിഷമം അല്ലടാ നീ ഇതൊക്കെ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ അസിസ്റ്റൻ്റ് ചോദിക്കുന്നുണ്ട്. ഈ മിൻസോ ആണ് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിൻസോ ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊരു കാലം കഴിഞ്ഞാൽ മരിച്ചു പോകും, നിനക്ക് മരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് നിനക്ക് വിഷമമുണ്ടോ എന്ന് നമ്മുടെ ജിയോങ്ങിനോട് ചോദിക്കണം. അപ്പോൾ ജിയോങ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ഒരു വിഷമവും ഇല്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാക്കളെയൊക്കെ ഞാൻ ഞങ്ങളുടെ ലോകത്തോട്ടല്ലേ കൊണ്ടുവന്നത്, അതുകൊണ്ട് എനിക്ക് ഒരു വിഷമമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മിൻസോ പറയുന്നത്, അയ്യോ ഞാൻ ഇവിടെ എന്തിനാ വന്നെന്നുള്ള കാര്യം മറന്നുപോയി, എടാ ജിയോ എന്ന് പറയുന്നത് നമ്മുടെ മിൻസോ ജിയോങ്ങിന് പറയാൻ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡോയിയാണ് ഇങ്ങനെ പേരൻസിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് രാത്രി ആയപ്പോഴത്തേക്ക് അവളാണെങ്കിൽ ഒരു ടാക്സി ബുക്ക് ചെയ്യണം. അങ്ങനെ ടാക്സി ഡ്രൈവർ വന്ന് വിളിച്ചപ്പോൾ തന്നെ ഇവളെ ടാക്സിയിൽ കയറി പോവുകയാണ്. ഇവളുടെ ടൈം എത്രയാണെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇവിടെ ടാക്സി ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഈ ഒരാൾ. നമ്മുടെ ആദ്യം ഇവിടെ ടാക്സി പറഞ്ഞ ആ ഒരാൾ മരിച്ചിറങ്ങുകയാണ് അവിടെ. അയാളെ കൊന്നു കളഞ്ഞത് ഇയാൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ വാഷ്റൂമിലുള്ള അയാളെയും കൊന്നു കളഞ്ഞത്. അങ്ങനെ ഇവരെ കൊന്നു കളഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഹിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവരിരിക്കുന്നത്. ആരും അല്ലാത്ത സ്ഥലത്തുകൊണ്ട് വണ്ടി നിർത്തിയപ്പോൾ തന്നെ നമ്മുടെ ഡോഹി ഇറങ്ങി ഓടുന്നുണ്ട്, കാരണം അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഇയാൾ കയറി പിടിക്കുകയാണ്, നീ എങ്ങോട്ടേക്കായി രക്ഷപ്പെട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇയാളാണെങ്കിൽ നമ്മുടെ ഡോഹിയുടെ മുഖത്തേക്കാണെങ്കിൽ ഈ മയക്കുന്ന മരുന്നില്ലേ അതെടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡോഹിയാണെങ്കിൽ മയങ്ങി എന്നുള്ളൊരു അർത്ഥത്തിൽ അവളിങ്ങനെ അഭിനയിച്ച് കിടക്കുമ്പോഴത്തേക്കും അവൻ്റെ മുഖത്തിട്ടോളം കൊടുത്തിട്ട് ആൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. അവനാണെങ്കിൽ തിരിച്ചു വന്നിട്ട് കത്തികൾ കൊണ്ട് വന്നിട്ട് അവളെ കുത്താൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ജിയോങ്ങിന് അവിടെ അവൻ്റെ മൈൻഡിൽ ഒരു ഇത് വരികയാണ്. അവനെ ആരോ സഹായത്തിന് വിളിക്കുന്ന പോലെ അവന് തോന്നുകയാണ്. അപ്പോഴത്തേക്ക് അവൻ പറയുകയാണ്, എന്നാൽ പിന്നെ ഇതാണ് നല്ലൊരു കാര്യം, ഇതിൽ കൂടെ നമുക്കാണെങ്കിൽ നമ്മുടെ എഗ്രിമെൻറ്റോട് ഇതാക്കാനെന്ന് വിചാരിച്ച് അവളെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ ജയോങ്ങാണ് ഇനിയിപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടി വിട്ടേക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ കാരണമാണ് ഇവളെ ഇപ്പോൾ കൊല്ലാൻ വേണ്ടി വരുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഡോഹിയുടെ മനസ്സിലിങ്ങനെ ഓരോ കാര്യം വന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ ഡോഹി ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഡോഹി പറയണേ, ഈ ലോകത്ത് നീ ആരെ വിശ്വസിക്കാൻ പാടില്ല, നീ നിന്നെ തന്നെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് സഹായത്തിന് പോകുന്നു. കാരണം അവർക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ അവനാണ് ഇത് ചെയ്തത് എന്നുള്ള കാര്യം. ഇവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ ഇവൻ പറഞ്ഞു, എനിക്ക് എഗ്രിമെൻറ്റിന് സൈൻ ചെയ്താൽ ഞാൻ ഒരിക്കലും ഒരാൾക്കും ഫ്രീ സർവീസ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെയാണ് ഒരു എഗ്രിമെൻറ്റിന് ഞാൻ സൈൻ ചെയ്യുന്നത്, അവരെന്നത് കൊല്ലാൻ വേണ്ടി നിൽക്കുമോ, നീ എന്തോ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്, എന്ത് എഗ്രിമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സൈൻ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ പറയുന്നത്, എന്നാൽ പിന്നെ ശരി ഓക്കെ ബായ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ തന്നെ ഇവൾ കയറി പിടിക്കുന്നുണ്ട്, അയ്യോ പോവല്ലേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇവൾ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ശരി ഞാൻ എൻ്റെ എഗ്രിമെൻറ്റിന് സൈൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ശരി ഞാൻ അവനെ തീർത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ തന്നെ ഇവൾ അവിടെ നിന്ന് ഓടിയിട്ട് കാറിൽ ഏറിയിരിക്കുന്നുണ്ട്. ഇവൾ പോകുമ്പോഴത്തേക്കും അവനാണെങ്കിൽ മറ്റവനെ അടിച്ചു വന്ന് കാറിൻ്റെ മണ്ടയിലോട്ട് എടുത്തിടുന്നുണ്ടായിരിക്കും. അപ്പോഴത്തേക്കും അവളോട് പറയുന്നുണ്ട്, എന്നാൽ ഇനി നമുക്ക് നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കൈ കൊടുത്ത് അവളെ എഴുതിപ്പിക്കുന്നുണ്ട്. അതും കാണിച്ചാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.